മാക്ട ഇനി INTUC-ക്കൊപ്പം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് മാക്ട ഭാരവാഹികൾ INTUC-യുമായി ചർച്ച നടത്തിയത്. ആലുവയിൽ വെച്ച് നടത്തിയ ചർച്ച വിജയകരമായിരുന്നുവെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും മാക്ട ജനറൽ സെക്രട്ടറി ബൈജു കൊട്ടാരക്കരയും പറഞ്ഞു. CPI-യുടെ തൊഴിലാളി സംഘടനയായ AITUC-യുമായി സഹകരിച്ചാണ് മാക്ട നേരത്തെ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളെ തുടർന്നാണ് മാക്ട ഭാരവാഹികൾ INTUC-യുമായി ചർച്ച നടത്തിയത്. ആലുവ പാലസ് ഗസ്റ്റ് ഹൌസിൽ നടന്ന ചർച്ച വിജയകരമായിരുന്നുവെന്ന് ഇരു സംഘടനാ നേതാക്കളും അറിയിച്ചു. മാക്ട എന്ന സംഘടനയുമായി ഇന്ന് ഔദ്യോഗികമായി ആലുവ ഗസ്റ്റ് ഹൗസിൽ വെച്ച് സംസാരിച്ചു. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അതിനൊരു പൂർണ്ണ രൂപമുണ്ടാക്കും. അത് 2 ദിവസത്തിനകം തന്നെ അത് തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കാനും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്ത് തെറ്റായ പ്രവണതകൾ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഈ രംഗം മലീമസമാക്കാൻ ആഗ്രഹിക്കുന്നവർ, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രംഗത്ത് ഇത്തിൽ കണ്ണികളെപ്പോലെ ചൂഷണം നടത്തുന്ന ആളുകൾ, ആ ചൂഷണത്തിന് വിധേയരാകുന്ന പാവപ്പെട്ടവർ, ഇവരെ എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന INTUC ഈ മേഖലയെ സംരക്ഷിക്കാൻ, മലയാള സിനിമയെ സംരക്ഷിക്കണം, മലയാള സിനിമയെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവരെയും, ആർട്ടിസ്റ്റുകൾ, സംവിധായകർ, പ്രൊഡ്യൂസർമാർ, ലൈറ്റ് ബോയ്സ്, ക്യാമറാമാന്മാർ അടക്കമുള്ള മുഴുവൻ ആളുകളെയും സംരക്ഷിക്കണമെന്നുള്ള ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ പോകുന്നു. ചലച്ചിത്ര മേഖലയിലുണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പഠിച്ച റിപ്പോർട്ട് തയ്യാറാക്കി വരികയാണെന്നും വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന പത്രസമ്മേളനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുമെന്നും മാക്ട ജനറൽ സെക്രട്ടറി ബൈജു കൊട്ടാരക്കരയും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും പറഞ്ഞു. അപ്പോൾ INTUC-യുമായി ചേർന്നുകൊണ്ട് ഇവിടെയും തമിഴ്നാട്ടിലും ഇവിടെ ഹൈദരാബാദിലും, അതായത് 3 സ്ഥലത്ത്, തെലുങ്ക്, തമിഴ് ആൻഡ് മലയാളം 3 സ്ഥലങ്ങളിലും ഞങ്ങൾ ഇതിൻ്റെ യൂണിയൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾക്ക് മുൻപ് 19 യൂണിയനാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാതെ ഈ ഫെഫ്കയെ പോലെ ഈ കാരവൻ ഓണേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ മെസ് അസോസിയേഷൻ യൂണിയനും ഒന്നും അല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾക്ക് ഇതിനകത്ത് അധ്വാനിക്കുന്ന ആളുകൾ തന്നെയാണ്, സിനിമയ്ക്കകത്ത് ടെക്നിക്കലി വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അവരെ വെച്ചിട്ടാണ് ഞങ്ങളുടെ യൂണിയൻ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് അതിന് 3000-ലധികം മെമ്പർമാർ ഞങ്ങളുടെ കൂടെയുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഏക യൂണിയൻ ഉള്ളത് മാക്ടയിലാണ്, മാക്ട ഫെഡറേഷനിലാണ്. അതുപോലും ഇപ്പോൾ പല രീതിയിലാണ് ആളുകൾ പറയുന്നത്, അല്ലാതെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ശരി, ഞങ്ങളത് തിരിച്ചു വരും. ഞങ്ങൾ വളരെ ഒരു വലിയ മുന്നേറ്റത്തോടുകൂടി INTUC-യുടെ സപ്പോർട്ടോടുകൂടി തന്നെ ഈ സംഘടനയെ ഒരു നല്ല നിലയിലേക്ക്, അതായത് സിനിമ ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇത് മുമ്പോട്ട് കൊണ്ടുവരണം. CPI നേതാവ് കാനം രാജേന്ദ്രൻ മാക്ട ഫെഡറേഷന്റെ ചെയർമാനായിരുന്നു. ഭരണമുന്നണിയിലെ 2ാമത്തെ കക്ഷിയായിട്ട് പോലും CPI കത്ത് കൊടുത്താൽ ചവറ്റുകൊട്ടയിലാണ് തള്ളിയിരുന്നതെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു. AK ബാലൻ സാംസ്കാരിക മന്ത്രിയായിരുന്നപ്പോൾ നിരവധി നിവേദനം നൽകിയിരുന്നു. ഒന്നിനു പോലും പരിഹാരം കണ്ടിട്ടില്ലെന്നാണ് പരാതി. ഇതിനെ തുടർന്നാണ് 2 കൊല്ലം മുമ്പ് CPI-യുമായി ബന്ധം അവസാനിപ്പിച്ചത്. ഇത്രയും നാൾ സ്വന്തമായി നിൽക്കുകയായിരുന്നുവെന്നും എന്നാൽ INTUC-യുടെ പിന്തുണയോടെ മാക്ട ഫെഡറേഷൻ തിരിച്ചുവരുമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുണ്ടായ പൊട്ടിത്തെറി ചലച്ചിത്ര മേഖലയിൽ ആഘാതമുണ്ടാക്കിയതായി R ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇന്നുണ്ടായിട്ടുള്ള ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അത് ഗൗരവതരമായി കണക്കിലെടുത്തുകൊണ്ട് ജസ്റ്റിസ് ഹേമ കൊടുത്ത റിപ്പോർട്ട് വർഷങ്ങളായി മാറ്റിവെച്ചുകൊണ്ട് ഇന്നതൊരു പൊട്ടിത്തെറി പോലെ ഈ രംഗത്ത് വരുമ്പോൾ ഈ ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന ആഘാതം, അല്ലെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മലയാളികൾക്കുണ്ടാകുന്ന വിഷമം, ആ വിഷമങ്ങൾ എല്ലാം ദൂരീകരിച്ചുകൊണ്ട് ഈ രംഗത്ത് സത്യസന്ധമായി നിയമപരിരക്ഷയോടുകൂടി ആത്മാഭിമാന ബോധത്തോടുകൂടി ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് INTUC എന്ന സംഘടനയുടെ ലക്ഷ്യം. ചലച്ചിത്ര നിർമ്മാണത്തിന്റെ പിന്നണി ജോലികൾ ചിലർ കുത്തകയായി കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നും ഇത് പൊളിക്കാൻ ചലച്ചിത്ര നിർമ്മാണം തടസ്സപ്പെടുത്തിയുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ വരെ തയ്യാറാണെന്നും ബൈജു കൊട്ടാരക്കര വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ആലുവ. ഈ ഓണം പൊന്നോണം. സെപ്റ്റംബർ 1 മുതൽ 17 വരെ നക്ഷത്ര തിളക്കമുള്ള പൊന്നോണം ഓഫറുകളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുകൾ, എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഏവർക്കും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.